തീരദേശപാത അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി തൃശൂർ എറിയാട് പഞ്ചായത്ത് നിവാസികൾ. എറിയാട് പഞ്ചായത്തിലൂടെയുള്ള 4.5 കിലോമീറ്റർ ദൂരം മാത്രം അലൈൻമെന്റിൽ മാറ്റം വരുത്തിയത് ചില വ്യക്തികൾക്ക് വേണ്ടിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കാരാക്കടപ്പുറം വരെ തീരദേശപാത തീരത്തോട് ചേർന്നാണ് കടന്നു പോകുന്നത്. എന്നാൽ കാരയിൽ നിന്നും റോഡ് പൊടുന്നനെ ദിശ മാറ്റുന്നു. ഇവിടെ നിന്നും അഴീക്കോട് വരെയുള്ള 4.5 കിലോമീറ്റർ പാത കടന്നു പോകുന്നത് തീരത്തിൽ നിന്നും കിലോമീറ്ററുകൾ മാറി. ഇത് ഏറിയാട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും സ്കൂളുകളും പൂർണ്ണമായോ ഭാഗികമായോ പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കും. തീരദേശപാത നിർമ്മിക്കുമ്പോൾ തീരദേശത്തുള്ളവർക്ക് ഉപകാരമില്ലെങ്കിൽ പിന്നെ പാത കൊണ്ട് എന്താണ് പ്രയോജനമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ജനങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവണമെങ്കിൽ തീരദേശ മേഖലയിൽ കൂടെ വരണം. തീരദേശ ഹൈവേ ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം പറഞ്ഞത് അത് ഇവിടെ ഇല്ലാണ്ടാവുകയാണ്. അലൈൻമെന്റ് മാറ്റം സ്വകാര്യ വ്യക്തികൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തു കൂടിയാണ് ഈ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്വകാര്യ വ്യക്തികൾക്ക് വലിയതായിട്ടുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നുണ്ട്. അതുമാത്രമല്ല MLA അടക്കമുള്ള ആളുകൾക്ക് ഒരു വ്യക്തിപരമായിട്ടുള്ള താല്പര്യം കൂടി ആ വഴിക്ക് കടന്നു പോകുന്നത്. ഈ അലൈൻമെന്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് വികസിച്ച ഒരു പ്രദേശം കൂടിയാണ്. 500 കോടി രൂപയുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ നശിപ്പിക്കപ്പെടും. എന്നാൽ ഇവർ പറയുന്നത് സർക്കാരിന് ഭയങ്കര ലാഭമാണെന്നാണ്. ഈ ഒരു ലാഭവും ഇല്ല എന്ന് മാത്രമല്ല ഭയങ്കര നഷ്ടമാണ്, നമ്മുടെ നാടിന് തന്നെ നഷ്ടമാണ്. അതേസമയം അലൈൻമെന്റ് മാറ്റത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടുള്ള പ്രദേശവാസികൾ നടത്തുന്ന സായാഹ്ന സമരം 100ാം ദിവസത്തിലേക്ക് അടുക്കുകയാണ്. മീഡിയ 1 തൃശൂർ.